En la piedra es como una pared o algo. It will be fine. What a day, man. ഇന്നത്തെ ഡേ അടിപൊളിയാണ്. 22 ഡിഗ്രിയാണ്. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ഡേ ആദ്യമായിട്ട് കാണാൻ. 23 ഡിഗ്രി. അപ്പോൾ ഒരു ലൂസ് ഡ്രസ്സൊക്കെ ഇടാൻ പറ്റിയൊരു ദിവസം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്നത്തെ യാത്ര നമ്മുടെ കോസ്റ്റൽ റൂട്ടിലുള്ള ഒരു ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ്. സോ ബാക്കി അവിടെ എത്തിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തുകയാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ ഗ്ലാസ്സിന് തീരെ ഭംഗിയില്ല. ഗ്ലാസ് തീരെ വൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സൈഡിലേക്ക് അതും താഴ്ത്തു. നമ്മളങ്ങനെ പാർക്ക് ചെയ്യാം. ഞങ്ങളിവിടെ എത്തി പാർക്ക് ചെയ്ത സ്ഥലം തന്നെ കാണിച്ചു തരാം. Hi guys, our video will be coming soon on my channel. And first of all, if you don't know my channel, it's an ad, but subscribe to my Explorer Amaya and of course subscribe to my തണുപ്പ് അധികം ഇല്ല. 22 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഉടുപ്പൊക്കെ എടുത്തിട്ടത്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഈസ് ഇവിടെ നല്ല കാറ്റ് നല്ല തണുപ്പുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല. നമുക്ക് ആ വഴി നടക്കണേ. തണുത്തിട്ട് കോട്ടൊക്കെ കയറ്റിട്ടു ഉണ്ടോ? ഇത് പോകാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഷിപ്പില്. അതന്നെ ഷിപ്പല്ല, സോറി ബോട്ട്. പറ്റുവാണെങ്കിൽ പോയോ അല്ലേ? ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. പക്ഷെ ആമിക്ക് ഓൾറെഡി ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. ആമിക്ക് ഇന്ന് ഐസ്ക്രീം ഇല്ല. നമ്മുടെ ഇവിടെ ടിക്കറ്റ് കാണിക്കാൻ പോവുകയാണ്. ഈ ടിക്കറ്റ് എൻ്റെ ബാഗിലായതുകൊണ്ട് തൽക്കാലം ക്യാമറ ഓഫ് ചെയ്യണം. എനിക്ക് ടിക്കറ്റിലൊന്നും വലിയ താല്പര്യമില്ല. നേരെ സ്ട്രൈറ്റ് ആയിട്ട് നടന്നോളാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നടക്കുകയാണ്. എൻ്റെ മുഖം കാണിച്ചു തന്നിട്ട് യാതൊരു കാര്യമില്ലാത്തതുകൊണ്ട് തിരിച്ച് കാണിച്ചു തരാം. ഇത് പൂക്കൾ ഇങ്ങനെ നിറയെ നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ പുല്ലുകളുടെ ഇടയിൽ കൂടെ കാണുന്നുണ്ട്. ഇങ്ങനെ സൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ക്യാമറാമാൻ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ എന്താ നോക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇങ്ങനെ കാണാൻ പറ്റില്ല. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതായി കാണാം. പുള്ളി ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ആ ബോട്ട് ഇവിടെ നിന്ന് എത്തി. ഇടയിൽ ചില കാഴ്ചകളാണ് നേരത്തെ കണ്ട ബോട്ടുകളോ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ കുറച്ച് ആളുകളെ പോലെ ഇങ്ങനെ കുത്തൊക്കെ കാണാല്ലേ, അത് ആളുകളാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ആ ബ്രിഡ്ജ് കയറിയിട്ട് ഡാൻഡ്ലിയോൺസ് വിരിയുന്ന കാലമാണ്. സീൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ അടിപൊളിയല്ലേ. ഇവിടെ ഇങ്ങനെ ഞാനൊരു ബെഞ്ചിന് മുകളിൽ ഇരിക്കുകയാണ് കേട്ടോ. ഈ ബെഞ്ചിൽ നിന്ന് നമ്മളിങ്ങനെ ഉരുസി താഴോട്ട് ഞാനിങ്ങനെ ഇരുന്നിട്ട് പിടിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഉരുസി പറഞ്ഞിട്ട് പോകുന്നുണ്ട്. കാരണം എന്താണ്, ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റെയറാണ്, സ്റ്റെപ്സാണ്. തുരുത്തൊക്കെ കാണാതെ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണേ. അപ്പോൾ അത് കാരണമാണ് കുറിച്ചിട്ട് ഇഷ്ടമാണ് കേട്ടോ. സമയം ക്ഷമിക്കുക. ഞാനിങ്ങനെ പക്ഷെ നല്ല വ്യൂ. ആ സൈഡിൽ കുറച്ച് മഞ്ഞ കളറാണ്. അതാണ് കുറേ ഫ്ലവേഴ്സാണ്. അതാണ് നമ്മൾ പോകാൻ പോകുന്ന ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് ഫോട്ടോ എടുക്കണത് ശരിക്കും. ആ കാണുന്നൊക്കെ ഫ്ലവേഴ്സാണ് കേട്ടോ, യെല്ലോ കളേഴ്സൊക്കെ.
നന്നായി അടച്ചിട്ട് വെക്കണേ. അങ്ങനെ നമ്മുടെ സ്കാരിയസ്റ്റ് പാർട്ട് ഇതാണ്. ഇവിടെ നല്ല പേടിക്കും കേട്ടോ. മീൻസ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവൾ നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവൾ പേടിച്ച് ഞാനും കുറച്ച് പേടിച്ചു. കാരണം അത് മൊത്തം പിടിച്ച് കുലുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് പഴയ കാലത്ത് എപ്പോഴോ ഉണ്ടാക്കിയ ബ്രിഡ്ജാണ്. നമ്മൾ 2 വട്ടം കൂടെ വന്നപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല മര്യാദയ്ക്ക്. കാരണം കാറ്റ് വന്നാലൊക്കെ പ്രശ്നമാണ്, അവർ കയറ്റി വിടില്ല. അത്രയും സെൻസിറ്റീവായ ബ്രിഡ്ജാണ്. നമ്മളിപ്പോൾ വന്ന വഴിയാണിത്. ഈ കോസ്റ്റൽ റൂട്ട് എന്തുകൊണ്ടാണ് ഇത്ര ഭംഗിയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ക്ലിഫിൻ്റെ സൈഡിൽ കൂടെയാണ് റോഡ് പോകുന്നത്. ഇത് ലോങ്ങസ്റ്റ് റൂട്ട് ഇൻ വേൾഡ് എന്നാണ് പറയുന്നത്. കോസ്റ്റൽ റൂട്ട്, ബ്യൂട്ടിഫുൾ ആയ കോസ്റ്റൽ റൂട്ട്. കയറി വന്നു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് എനിക്ക് നേരം പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവൾ നന്നായി പേടിച്ചു. ചെറുതായി ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു ബ്രിഡ്ജ്. അപ്പം എനിക്ക് അവളെ നോക്കേണ്ടി വന്നു. അപ്പോൾ ക്യാമറയും പിടിച്ചിട്ടൊന്നും നടക്കണ്ടായിരുന്നില്ല. So guys, it's all my fault, admit it. That's okay, it's not fault. You're a small child, you make I have bridgeophobia, by the way. Bridgeophobia? Yeah. Height phobia. ഇവിടെ വന്നിട്ടുള്ള ഈ സൈഡിൽ നിന്നുള്ള വ്യൂ അങ്ങോട്ടുള്ള വ്യൂ ആണ്. നമ്മൾ വന്ന വഴിയിലോട്ടുള്ള വ്യൂ ആണിത്. And guys, mommy can't take photo and shoot it. കുട്ടികളെ എടുത്ത് നടക്കാൻ നല്ല സുഖമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ. ഇങ്ങനത്തെ യാത്രയ്ക്കൊക്കെ വരുമ്പോഴും ഒരു ബ്രിഡ്ജാണെങ്കിൽ പോലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കുട്ടിയിട്ടൊക്കെ ഇങ്ങനൊരു സംഭവത്തിലേക്ക് നിന്നിട്ടാണ് വരുന്നത്. വെരി നൈസ് ഐഡിയ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് സാഹസികമായ സ്ഥലങ്ങളിലേക്ക് പോകാനും കുട്ടികളുണ്ടെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. By the way, this is the last one. ബ്രിഡ്ജ് കണ്ട ഞങ്ങൾ നേരെ ഡൺ ലൂയിസ് കാസിലിൻ്റെ അവിടേക്ക് എത്തി. അത് ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഇതൊരു തകർന്നടിഞ്ഞ കാസിലാണ്. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ടൈം കഴുകിപ്പോയി. അതുകൊണ്ട് കാസിൽ ക്ലോസ് ആയി. ഞങ്ങൾ മതിലുമൊക്കെ ചാടി കയറി എടുത്ത ഒരു വീഡിയോ ആണ്, ചെറിയ ഷോർട്ട് ക്ലിപ്പാണിത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.